നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയാണ്. അതായത് കൃത്രിമ ബുദ്ധിയെ പറ്റി. അപ്പോൾ കൃത്രിമ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യ മസ്തിഷ്കത്തെ പോലെ ചിന്തിക്കാനുള്ള മെഷീൻ്റെ കഴിവിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു ഡിഫറൻസ് നോക്കണം. നമ്മൾ മനുഷ്യർക്ക് നമുക്ക് ചിന്തിക്കാനും നമുക്ക് വികാരങ്ങളുമുണ്ട്. പക്ഷേങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരുമ്പോൾ അതിന് ചിന്തിക്കാനുള്ള ശേഷിയും അതിന് വികാരങ്ങളുമില്ല. പക്ഷേ അതിന് വേഗം ഈ കാൽക്കുലേഷനും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഒക്കെ കൂടുതലാണെന്ന് മാത്രം. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എത്ര AI ആപ്പുകളാണ് നമ്മുടെ ഇടയിലുള്ളതെന്ന്. അതിൽ ഏതാനും ചിലതാണ് ഗൂഗിൾ ജെമിനി എന്ന് പറയുമ്പോൾ ഗൂഗിൾ നിർമ്മിച്ചതാണ്. പിന്നെ ഏറ്റവും പ്രശസ്തമായ ChatGPT, അതായത് അത് ഓപ്പൺ എയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ChatGPT യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചോദിച്ചാലും അതിവേഗം ഉത്തരം പറയുകയും അതിന് അത് നമ്മളെ കൂടുതൽ പഠിക്കാൻ സഹായിക്കുകയും പിന്നെ നമുക്ക് വേറൊരു ഭാഷയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ആ ഭാഷയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ അത് തർജ്ജമ ചെയ്ത് തരികയൊക്കെ ചെയ്യും. വളരെ ഉപകാരമുള്ള സാധനമാണ് ഈ ChatGPT എന്ന് പറയുന്ന സാധനം. ChatGPT മാത്രമല്ല, ഇതുപോലെ തന്നെ പെർപ്ലക്സിറ്റി, കോമെറ്റ്, പിന്നെ എന്നിങ്ങനെ ഗ്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എലോൺ മസ്ക് ഇറക്കിയ AI ആണ്. അപ്പോൾ ഇവയൊക്കെയാണ് ഏറ്റവും പ്രശസ്തമായ AI ടൂളുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിന് കുറേ ബ്രാഞ്ചുകളായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡീപ്പ് ലേണിംഗ്, പിന്നെ റോബോട്ടിക്സ് എന്നിങ്ങനെ പല വിധത്തിൽ അതിനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീപ്പ് ലേണിംഗ് ഒക്കെ എന്ന് വെച്ചാൽ ഈ മനുഷ്യ മസ്തിഷ്ക ന്യൂറോണുകളെ പോലെ ചിന്തിക്കാനുള്ള ശേഷി, പിന്നെ സെൽഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് തന്നെ ചിന്തിച്ച് എന്താണ് ഉത്തരം എന്ന് കണ്ടെത്താനുള്ള ശേഷിയൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ AI ഈ വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണ് കടന്നുകൂടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നത്തെ പല കുട്ടികൾക്കും ചിന്തിക്കാനുള്ള പല ശേഷിയാണ്. അത് ഓർത്തെടുക്കാനും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പല ശേഷിയാണുള്ളത്. അപ്പോൾ അതിനൊക്കെ അനുയോജ്യമായ രീതിയിൽ നമുക്ക് AI ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ കുട്ടിക്കും ഓരോ ടീച്ചർ പോലെ എന്നുള്ള നിലയിൽ ആയിത്തീരും. പിന്നെ ഈ പേപ്പർ നിർണ്ണയിക്കാനും അത് ചെക്ക് ചെയ്യാനുള്ളൊക്കെ രീതി വളരെ എളുപ്പമാക്കി തരും. അത് ഈ അധ്യാപകരുടെ സമയമൊക്കെ വളരെ ലാഭമാക്കി തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു 2050 ആ ഒരു മേഖലയിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ലല്ലോ, എത്ര ഉയർച്ചയിലെത്തുമെന്നുള്ളത്. അപ്പോൾ പിന്നെ നോക്കാൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡാണ്. നമുക്ക് മെഡിക്കൽ ഫീൽഡ് ഇപ്പം തന്നെ നമുക്കറിയാം ചൈനയിൽ ഒരു AI സർജറി എന്ന ഹോസ്പിറ്റലിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യത എന്ന് പറയുമ്പോൾ ഒട്ടും പറയേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. പിന്നെ മരുന്ന് നിർണ്ണയിക്കാനും ഈ വ്യക്തമായി ഏതൊക്കെ ടൈമിൽ മരുന്ന് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ AI സാധിക്കും. പിന്നെ മരുന്ന് നിർമ്മിക്കാനുള്ള ശേഷി എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കെമിക്കലൊക്കെ ആഡ് ചെയ്ത് അത് ഏതൊക്കെ മരുന്ന് ഏതിനൊക്കെയാണ് ഉപകാരപ്പെടുക എന്നുള്ള രീതിയിൽ AI എത്തിക്കാൻ സാധിക്കും എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. പിന്നെ എന്നിങ്ങനെ പലതരത്തിൽ നമുക്ക് AI ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ലോജിസ്റ്റിക് ഫീൽഡിലാണ് എന്ന് വെച്ചാൽ ഈ റൂട്ടൊക്കെ കണ്ടുപിടിക്കാനും നമ്മുടെ മാപ്പാണ് അതിന് ഉദാഹരണം. എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കാൻ ഈ മനുഷ്യനെ സഹായിക്കുന്നു. അത് ടൈമും പെട്രോളും ലാഭിക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ടാവും ആമസോണിലെ പാക്കേജിങ് അത് ഡെലിവറി ചെയ്യാൻ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പാക്കിങ്ങും ഈ ഡ്രോൺ എവിടേക്ക് പോകണമെന്നും എങ്ങനെ പോകണമെന്നൊക്കെ നിയന്ത്രിക്കുന്നത് AI മാറാൻ നല്ല സാധ്യതയുണ്ടെന്നും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സയൻസിൻ്റെയും ടെക്നോളജിയൊക്കെ ഫീൽഡിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എത്രത്തോളം ഉയർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന്. നമ്മളിപ്പോൾ നല്ലപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ പണ്ട് മനുഷ്യർ ചത്ത മൃഗങ്ങളെയൊക്കെ ഭക്ഷിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം മനുഷ്യർ തീ കണ്ടുപിടിക്കുകയും ഈ മൃഗങ്ങളെയും പച്ചക്കറികളൊക്കെ വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് മനുഷ്യൻ തീയിനെ ഒരു ദൈവമായി കാണാൻ തുടങ്ങിയത്.
അതിനുശേഷമാണ് മനുഷ്യൻ ഇലക്ട്രിസിറ്റിയും വൈദ്യുതി കണ്ടുപിടിക്കുന്നത്. അത് മനുഷ്യ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവനായി മാറിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ആ ഇലക്ട്രിസിറ്റി, ആ വൈദ്യുതി കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുൻപിലേക്ക് എത്താൻ സാധിച്ചത്. പിന്നീട് എന്നിങ്ങനെ ചക്രവും പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലും എന്നിങ്ങനെ ഇല്ലാത്ത നേട്ടങ്ങളൊന്നുമല്ല നമ്മൾ നേടിയിരിക്കുന്നത്, വലിയ നേട്ടങ്ങൾ തന്നെയാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ നേടി നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി 2050 നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ വീടുകളൊക്കെ സ്മാർട്ട് ഹോമായി മാറുകയാണെന്നും പിന്നെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഡോക്ടറിൻ്റെ കൂടെ നമ്മൾ ഡോക്ടറിനെ കാണാൻ സാധിക്കുമെന്നും അത് കൂടുതൽ പ്രിസൈസും അതുപോലെ തന്നെ വളരെ അക്യുറേറ്റുമായിരിക്കും എന്നും പറയാൻ സാധിക്കും. പിന്നെ ഈ റോഡുകളിലൊക്കെ ഡ്രൈവിംഗ് സിസ്റ്റം വരുന്ന എല്ലാ ഡ്രൈവിംഗ് സിസ്റ്റം ആയി മാറാൻ സാധ്യതയുണ്ട്. അതെന്ന് പറയുമ്പോൾ അപകടങ്ങൾ വളരെ കുറയ്ക്കുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും എലോൺ മസ്കിൻ്റെ ടെസ്ല എന്ന് പറയുന്ന കാർ. അത് ഈ വെച്ച് ഓടുന്ന കാറാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് യാതൊരു കൺട്രോളും ചെയ്യാതെ അത് തന്നെ റൂട്ട് കണ്ടുപിടിച്ച് അത് ഏത് സ്പീഡിൽ പോകണം, എങ്ങനെയൊക്കെ പോകണം എന്ന് തന്നെ തീരുമാനിച്ച് പോകുന്ന വാഹനമാണ്. അപ്പോൾ ഇനി 2050 ആകുമ്പോഴത്തേക്കും ഈ വാഹനങ്ങൾ പൊതുസ്ഥലത്ത് നല്ലപോലെ ഇറങ്ങി തുടങ്ങും. അപ്പോൾ ഇന്ന് ഈ സ്ഥലത്തൊക്കെയാണ് നമ്മുടെ നല്ലപോലെ വളരാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫീൽഡിൽ ജോലി പോകും, ഏതൊക്കെ ഫീൽഡിൽ ജോലി വരുമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡാറ്റ അനാലിസിസും ഈ കോഡിങ്ങിലും ഈ പ്രോഗ്രാമിങ്ങിലുമൊക്കെ നല്ല രീതിയിൽ തന്നെ ജോലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ജോലി വരാൻ സാധ്യത എവിടെയാണെന്ന് വെച്ചാൽ ഈ മെഷീൻ ലേണിങ്, ഈ മെഷീൻ ട്രെയിനിങ്, ഈ വലിയ വലിയ ഡാറ്റയൊക്കെ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത്, പിന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി എടുക്കാനുള്ള സ്ഥലങ്ങളിൽ, അവയിലൊക്കെയാണ് ഇനിയുള്ള കാലത്ത് കൂടുതൽ ജോലി സാധ്യതയുള്ളത്. പിന്നെയുള്ളത് രാഷ്ട്രീയം, അങ്ങനെയുള്ള മേഖലകളിലൊക്കെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.